ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോർത്ത് കേരള സെക്ഷൻ യൂട്യൂബ് ചാനലിലൂടെയുള്ളതായ ശാബ് സ്കൂൾ പഠനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഞങ്ങളോടൊപ്പം ശാബ് സ്കൂൾ പാഠം പഠിക്കുവാനായി കടന്നു വന്നിട്ടുള്ള എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത് ദൈവത്തിൻ്റെ ഉടമ്പടി സ്നേഹത്തെക്കുറിച്ചായിരുന്നു. ഈ ആഴ്ചയിൽ നമ്മൾ പഠിക്കുന്ന മൂന്നാമത്തെ പാഠം ദൈവത്തിന് പ്രസാദകരമായിരിക്കട്ടെ എന്നുള്ളതായ പാഠമാണ്. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും, ദോഷികളും പാപികളുമായിരിക്കുന്ന നമുക്ക് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും എന്ന് ആണ് ഈ ആഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ പാഠഭാഗം തയ്യാറാക്കിയിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെ, സഫന്യ പ്രവചനം 3-ാം അധ്യായം 17, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ളതായ ഭാഗം, യെശയ്യാ പ്രവചനം 43-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, അതുപോലെ 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 17 മുതൽ 29 വരെയുള്ളതായ ഭാഗങ്ങളിൽ നിന്നാണ് ഇന്നത്തെ പാഠഭാഗം തയ്യാറാക്കിയിരിക്കുന്നത്. മനപ്പാഠവാക്യം: നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. സഫന്യ പ്രവചനം 3-ാം അധ്യായം 17-ാം വാക്യം. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, അങ്ങയുടെ നിസ്തുലമായ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ അല്പസമയം താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനം പഠിക്കുവാൻ, അതിൻ്റെ ആഴം ഗ്രഹിക്കുവാൻ, അതിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കി ജീവിപ്പാൻ, കർത്താവെ അങ്ങോട്ട് കൂടുതലായി അടുത്തു വരുവാൻ, അങ്ങയെ പ്രസാദിപ്പിക്കുന്നവരായി ജീവൻ നയിക്കുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ. ഇന്ന് ഞങ്ങൾ പഠിക്കുന്ന ഈ പാഠം അത് ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിയുവാൻ അങ്ങയുടെ ആത്മാവിനാൽ അടിയങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. അടിയങ്ങളുടെ ക്രോശങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ വീണ്ടും സമർപ്പിക്കുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ, ആമേൻ. ഈ പാഠഭാഗം മുഖവര നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് സങ്കല്പിക്കുവാൻ ഒരു കഥ തന്നിട്ടുണ്ട്. ഒരു പിതാവിൻ്റെ അല്ലെങ്കിൽ ഒരു പിതൃദിനത്തിൽ ഒരു പിതാവിൻ്റെ മകൻ പിതാവിന് വേണ്ടി ഒരു സമ്മാനം മോശമായി പൊതിഞ്ഞ് പിതാവിൻ്റെ അടുക്കൽ സംഭ്രമത്തോടുകൂടെ കൊണ്ടു ചെല്ലുകയാണ്. അപ്പോൾ പിതാവ് ഈ വണ്ണം പ്രതികരിക്കുകയാണ്: മകനെ, നിന്റെ സമ്മാനം ഞാൻ കാര്യമാക്കുന്നില്ല. എനിക്ക് പ്രസാദകരമായിരിക്കുന്നത് നൽകുവാൻ തക്കോണം നിന്നെ കൊണ്ട് കഴിയുകയില്ല. മാത്രമല്ല, നീ കൊണ്ടുവരുന്നതായ സമ്മാനങ്ങളൊക്കെ ഒന്നെങ്കിൽ ഞാൻ നിനക്ക് തന്നതായ പണം കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ
നിനക്ക് തന്നിട്ടുള്ളതായ വസ്തുക്കൾ കൊണ്ട് നീ ഉണ്ടാക്കിയതായിരിക്കാം. അതുകൊണ്ട് നിന്റെ സമ്മാനം നീ വയ്ക്കുക. എന്തു തന്നെയായിരുന്നാലും ഞാൻ നിന്നെ സ്നേഹിക്കും. ഇങ്ങനെ ഒരു പിതാവ് പറയുമ്പോൾ അത് എത്രമാത്രം ചിന്തിപ്പിക്കുന്നതായ ഒരു കാര്യമായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പിതാവിൽ നിന്ന് ഇങ്ങനെയുള്ളതായ ഒരു പ്രതികരണം വരുമ്പോൾ നമ്മുടെ ചിന്ത, നമ്മുടെ മനസ്സ് എന്തുമാത്രം പ്രതിസന്ധിയിലായിരിക്കും എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മുടെ പിതാവ് എത്ര ഹൃദയശൂന്യത ഉള്ളവനാണ്, നമ്മെ സ്നേഹിക്കുന്നവനല്ല എന്ന് നമ്മൾ ചിന്തിക്കും. ഒരു വികാരരഹിതനായിട്ട് നമുക്ക് കാണുവാൻ, മനസ്സലിവില്ലാത്ത ഒരു മനുഷ്യനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവം നമ്മോട് പ്രതികരിക്കുന്നത് ഈ വിധത്തിലാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുമോ? ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം പാപികളും ദോഷികളുമായ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം പാപത്തെ വെറുക്കുന്നവനാണ്. അപ്പോൾ ദോഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന നമുക്ക് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും? ബൈബിൾ പറയുന്നു, മനുഷ്യരുടെ ഹൃദയമൊക്കെയും ദോഷ നിരൂപണങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ നിരൂപണമൊക്കെ ദോഷം നിറഞ്ഞതാണ്. മനുഷ്യന്റെ നിരൂപണമൊക്കെയും ദോഷം നിറഞ്ഞതാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കുവാൻ കഴിയുമോ? ദൈവത്തിൻ്റെ തിരുവചനം നാം പഠിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും. എങ്ങനെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുക, അല്ലെങ്കിൽ യേശുവിലൂടെ എല്ലാം സാധ്യമാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ കഴിയുകയില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ക്രിസ്തുവിലൂടെ മാത്രമാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ആഴ്ചയിലെ പാഠം ഈ ഒരു വിഷയമാണ് നാം പഠിക്കുന്നത്. ഈ ഒരു വിഷയമാണ് ഈ ആഴ്ചത്തെ പാഠത്തിലൂടെ നാം പഠിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സങ്കല്പത്തിന് അപ്പുറമാ ഉള്ളതായ ഒരു കാര്യമാണ്. നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്തതായ ഒരു സ്നേഹമാണ് ദൈവത്തിൻ്റേത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ദൈവം ദുഷ്ടനെയും നല്ലവനെയും സ്നേഹിക്കുന്നു. എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു, ഒരുപോലെ സ്നേഹിക്കുന്നു. പാപിയെയും ദൈവം സ്നേഹിക്കുന്നു. എത്രമാത്രം പാപം ചെയ്തവനായിരുന്നാലും അവൻ പാപത്തെ വിട്ടു തിരിഞ്ഞ് ദൈവത്തോട് തിരിയുമ്പോൾ ദൈവം അവൻ്റെ പാപത്തെ ക്ഷമിക്കുന്നു എന്ന ദൈവത്തിൻ്റെ വചനം പറയും. പ്രത്യേകിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 12 വരെ നാം വായിക്കുമ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവ് എത്ര മാത്രം നമ്മെ സ്നേഹിക്കുന്നു എന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ തിരുവചനം അവിടെ പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ ദൈവത്തെ മുഖം തിരിച്ചു കളഞ്ഞിട്ടും മനുഷ്യനെ തേടി ഇറങ്ങി വരുന്നതായ ഒരു പിതാവിൻ്റെ സ്നേഹം, മനുഷ്യനെ കാത്തു നിൽക്കുന്നതായ ഒരു പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അവിടെ മുടിയനായ പുത്രൻ്റെ കഥയിലൂടെ ആ പിതാവിൻ്റെ സ്നേഹം അവിടെ എടുത്തു കാണിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു. അതിലൊരുവൻ പിതാവിനോട് തൻ്റെ അവകാശം വാങ്ങിയെടുത്ത് ദൂരദേശത്ത് പോയി പാർത്ത് അതെല്ലാം ദുരുപയോഗപ്പെടുത്തി കളഞ്ഞുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ക്ഷാമം വന്നപ്പോൾ അവന് യാതൊന്നുമില്ലാതെ അവൻ ദരിദ്രനായി തീർന്നു. ജീവിക്കുവാൻ വകയില്ലാതെ അവൻ അടുത്തുള്ളതായ
ഒരാളുടെ ഒരു വ്യക്തിയെ ആശ്രയിച്ച് ജീവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ചെന്ന് അവൻ പന്നിക്ക് കൊടുക്കുന്നതായ വാളവര കൊണ്ട് അഹോവൃത്തി കഴിക്കുവാൻ അവൻ ശ്രമിച്ചു. പക്ഷെ ആരും അവന് കൊടുത്തില്ല എന്ന് നമുക്ക് കാണും. അപ്പോഴാണ് അവൻ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും അവൻ ഭവനത്തിലേക്ക് തിരികെ മടങ്ങി വരികയും ചെയ്തു. ദൂരത്ത് വെച്ച് പിതാവ് തൻ്റെ മകനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്തു. ആ സന്ദർഭത്തിൽ മകൻ പറയുകയാണ്, പിതാവേ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അപ്പോഴാണ് പിതാവ് പറയുന്നത്, ഇവന് വിശേഷ വസ്ത്രം ധരിപ്പീൻ, ഇവന് മോതിരം അവനെ അണിയിക്കുവീൻ എന്ന് പിതാവ് പറയുന്നു. അതുപോലെ വലിയൊരു സദ്യ വിരുന്ന് അവർ ഒരുക്കുന്നത് കാണുന്നു. പിതാവ് പറയുകയാണ്, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് ആഘോഷിക്കാം എന്ന് പിതാവ് പറയുന്നതായ ഒരു സാഹചര്യം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നമ്മൾ അക്ഷരീയമായ പിതാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ പിതാവ് തന്നെ ഉപേക്ഷിച്ച് അവകാശ സ്വത്തുക്കളൊക്കെ വാങ്ങി വിദേശത്ത് പോയി പാർത്ത് ദൂത്തടിച്ച് കളഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവനെ വീട്ടിൽ കയറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കൊലപാതകം വരെ നടന്നു തരും. ഇവിടെ തിരുവിൽവാമലയിൽ പണ്ട് ഒരു സംഭവം ഉണ്ടായി. അവിടെ വസ്തു തർക്കത്തിൽ 5 പേരെ വെടിവെച്ചിട്ട് ആ വെടിവെച്ച ആൾ മരിച്ചുപോയി. അപ്പോൾ നമുക്ക് ഇന്നത്തെ അവസ്ഥയൊന്ന് ആലോചിച്ചൊക്കെ, അവകാശ സ്വത്തെല്ലാം വാങ്ങിക്കൊണ്ടാവും പോയി തിരിച്ച വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിതാവ് അവനെ സ്വീകരിക്കത്തില്ല, അവൻ്റെ സഹോദരൻ പോലും അവനെ സ്വീകരിക്കത്തില്ല. അതാണ് ഇന്നത്തെ സിറ്റുവേഷൻ. എന്നാൽ ദൈവ സ്നേഹത്തിന് മാത്രമേ ഇതുപോലുള്ളതായ ഒരു സ്നേഹത്തെക്കുറിച്ച് പറയുവാൻ കഴിയുള്ളൂ. നമ്മുടെ ആത്മീയ പിതാവ് സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. ദൈവം സ്നേഹമാണ് എന്ന് പറയുവാനുള്ളതായ കാരണം ഇതാണ്. എത്രമാത്രം ദോഷകരമായ വഴിയിൽ ജീവിച്ചാലും അവൻ ദൈവത്തോട് തിരിഞ്ഞു വരുമ്പോൾ ദൈവം അവനെ സ്വീകരിക്കും എന്നുള്ളതായ ഒരു വാഗ്ദത്തമാണ് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെ, കർത്താവായ യേശുവിൻ്റെ ഉപമയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ദുഷ്ടൻ തൻ്റെ വഴിയും വിചാരങ്ങളെയും വിട്ട് യഹോവയിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. അനേക ലംഘനങ്ങളുടെ ബഹുത്വത്തെ ദൈവം മറയ്ക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ, യഹോവ അകൃത്യം കണക്കിടാതെ ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് രക്ഷിക്കപ്പെട്ടതായ അല്ലെങ്കിൽ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതായ ഓരോ വ്യക്തികളുടെ ജീവിത അനുഭവമാണ്. അവൻ്റെ അനേകമായിട്ടുള്ള ലംഘനങ്ങളെ ദൈവം ക്ഷമിക്കും എന്ന് ദൈവത്തിന്റെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രത്യേക കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ആ പുത്രൻ, മുടിയനായ പുത്രൻ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ അവസ്ഥ പിതാവിനോട് പറയുകയാണ്, പിതാവേ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പിതാവ് അവനോട് വളരെ കാര്യമായി അവനെ അന്നേരം തന്നെ മേത്തരമായിട്ടുള്ള വസ്ത്രം ധരിപ്പിച്ചു, അവൻ്റെ കയ്യിൽ മോതിരം ഇടിയിച്ചു. ഇത് അർത്ഥമാക്കുന്നത്, നാം പാപികളായ നാം കർത്താവായ യേശുവിന് അരികിലേക്ക് നാം കടന്നു ചെന്ന് നമ്മുടെ പാപ അവസ്ഥയെ കർത്താവിനോട് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ കർത്താവിൻ്റെ നീതിയുടെ വസ്ത്രം നമ്മെ ധരിപ്പിക്കും എന്നുള്ളതായ വ്യക്തമായ ഒരു സത്യമാണ് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. നാം നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി ദൈവത്തിൻ്റെ അടുക്കലേക്ക് നാം കടന്നു ചെല്ലണം. ദൈവത്തിൻ്റെ അടുക്കലേക്ക് നാം കടന്നു ചെല്ലുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കുവാൻ കഴിയില്ല. ഒരു പാപി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ സ്വർഗം ആനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു എന്ന് നാം മനസ്സിലാക്കും. നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ ഏറ്റവും വിലമതിക്കുന്നതായ വ്യക്തികളാണ്. We are so precious before the sight of God
നാം ദൈവത്തിനു മുമ്പാകെ ഏറ്റവും വിലമതിച്ചവരാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. പാപികളായ മാനവരെ ദൈവം തള്ളിക്കളയാതിരുന്നതും അതുകൊണ്ടാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നില്ലായിരുന്നുവെങ്കിൽ, ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നില്ല എന്ന് വരികിൽ തീർച്ചയായും നാം ആരും ഈ ഭൂമുഖത്ത് ജീവനോടെ ഉണ്ടായിരിക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെ കോപത്തിൽ നമ്മെ നശിപ്പിച്ചേനെ. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവർ യാഗം ചെയ്തിരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അന്ന് അവർ പാപം ചെയ്തതായ സമയങ്ങളൊക്കെ അവരെ കല്ലെറിഞ്ഞു കൊല്ലുമായിരുന്നു. തൽക്ഷണം അതിനുള്ളതായ ശിക്ഷാ നടപടി അന്നേരം തന്നെ നടത്തുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ചില വ്യക്തികൾ പറയുന്നത് പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പലരും പറയുന്നത് കേൾക്കാം. പഴയ നിയമത്തിലെ ദൈവം വളരെ ക്രൂരനായിരുന്നു, പുതിയ നിയമത്തിലെ ദൈവം വളരെ സ്നേഹമുള്ളവനാണ് എന്ന്, അല്ലെങ്കിൽ കരുണയുള്ളവനാന്ന് പറയും. അപ്പോ ദൈവത്തിനുള്ള സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ശരിയായിട്ട് വണ്ണം പഠിക്കുമ്പോൾ ഈ ഒരു ചിന്താഗതി നമുക്ക് വരികയില്ല. ശരിയായ വണ്ണം ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന പക്ഷം നമ്മുടെ ചിന്തകളൊക്കെ മാറി ദൈവം എത്രമാത്രം സ്നേഹമുള്ളവനാണ്, ദൈവം എത്രമാത്രം നമ്മെ കരുതുന്നു എന്നുള്ളതായ സത്യം നമുക്ക് ആ ഒരു സന്ദർഭത്തിലാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. സെഫനിയ പ്രവചനം 3-ാം അധ്യായം 17-ാം വാക്യം നാം വായിക്കുമ്പോൾ, സെഫനിയ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഈ വണ്ണം പറഞ്ഞിരിക്കുന്നു. നമ്മൾ മുമ്പേ വായിച്ചതായ മനപ്പാഠവാക്യം, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും, തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കും, ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. എപ്പോഴാണ് ദൈവം ആനന്ദിക്കുന്നത്? ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു വ്യക്തി ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ സത്യം അനുസരിച്ച് കടന്നു വരുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, വിശ്വാസത്തോടുകൂടെ ദൈവവചനം പഠിച്ച് പ്രാർത്ഥനയുള്ളവനായി ജീവിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കും. അവൻ്റെ പാപ വഴികളെ വിട്ട് മാനസാന്തരപ്പെട്ട് അവൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതായ സന്ദർഭത്തിൽ സ്വർഗം സന്തോഷിക്കും. ഇങ്ങനെയുള്ളതായ ഒരു മാനസാന്തരം സ്വർഗത്തെ ആകമാനം സന്തോഷത്തിലാഴ്ത്തും. പിതാവ് ഇങ്ങനെയുള്ളതായ ദിവസം കാണുവാൻ ആനന്ദിക്കുന്നു, അല്ലെങ്കിൽ കാത്തിരിക്കുന്നു. നമുക്ക് ദൈവത്തിൻ്റെ വചനം നമ്മെ അതാണ് പഠിപ്പിക്കുന്നത്. എബ്രായ ഭാഷയിലെ സന്തോഷത്തിനും ആനന്ദത്തിനും ഉള്ള എല്ലാ വാക്കുകളും ഈ ഒരൊറ്റ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരൊറ്റ വാക്യത്തിൽ നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. വീണ്ടെടുക്കപ്പെട്ട ജനത്തോടുള്ള ദൈവത്തിൻ്റെ സന്തോഷം വിരിക്കുവാൻ തക്കോണം ആർക്കും കഴിയില്ല, ഒരു വാക്കുകൾക്കും കഴിയില്ല. ദൈവത്തിൻ്റെ സന്തോഷം എത്രമാത്രമായിരിക്കുമെന്ന് ആർക്കും വിവരിക്കുവാൻ പോലും കഴിയത്തില്ല. കേരളം മൊത്തം മാനസാന്തരത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സന്തോഷം എത്രമാത്രമായിരിക്കും. ഇന്ത്യ മുഴുവനും ദൈവസ്നേഹം മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്തോഷം എത്രമാത്രമായിരിക്കും. എല്ലാ മാനവനും രക്ഷപ്പെടണം. ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യൻ, സൃഷ്ടിപ്പിൻ്റെ മകുടമായിരിക്കുന്ന മനുഷ്യൻ ദൈവ പരിജ്ഞാനം പ്രാപിച്ച് സത്യത്തെ മനസ്സിലാക്കി, സത്യദൈവത്തെ മനസ്സിലാക്കി അവൻ ജീവിക്കുമ്പോൾ ദൈവം എത്രമാത്രം സന്തോഷിക്കുമെന്ന് ദൈവവചനം പറയുന്നു. അങ്ങനെയുള്ള ജനത്തിനു മധ്യേ ദൈവം വസിക്കും. താഴ്മയും മനസ്താവുമുള്ള ഹൃദയങ്ങളിൽ ദൈവം വസിക്കും. അങ്ങനെ മാനസാന്തരപ്പെട്ട ജീവിതമുള്ളതായ ജനങ്ങളുടെ നടുവിൽ ദൈവം വസിക്കും. യെശയ്യാ പ്രവചനം പറയുകയാണ്, യെശയ്യാ പ്രവചനം 62:4 അവിടെ ദൈവജനത്തെ
എപ്സിബ എന്ന് വിളിക്കപ്പെടും. അതിനർത്ഥം എൻ്റെ ആനന്ദം അവളിലാണ്, അല്ലെങ്കിൽ സഭയിൽ ദൈവത്തിൻ്റെ ആനന്ദമുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന ജനത്തിന് നടുവിൽ, ദൈവകൽപ്പനയെ അനുസരിക്കുന്ന ജനത്തിന് നടുവിൽ, പാപം കൂടാതെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ജനത്തിന് നടുവിൽ, ദൈവത്തിൻ്റെ വചനം വായിച്ചു പഠിച്ച് ആ പ്രാർത്ഥനയുള്ളവരായി ജീവിക്കുന്ന ദൈവജനത്തിന് നടുവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് ദൈവം പറയുന്നു. കാരണം അങ്ങനെയുള്ള ദൈവജനത്തോട് യഹോവയ്ക്ക് പ്രിയമുണ്ട്. യഹോവയ്ക്ക് പ്രിയമുണ്ട്. അവർ ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ ജനമാണ്. അവരുടെ സകലവിധമായ പ്രശ്നങ്ങളിലും യഹോവ അവർക്ക് ഏറ്റവും സമീപ്യമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത് ദൈവത്തോട് ഒരു നിരപ്പിൻ്റെ അനുഭവത്തിലുള്ളതായ ഒരു ദിവസമാണ്. അനേക ജനങ്ങൾ മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്ന ദിവസം. എഫെസ്യർ ലേഖനം 5-ാം അധ്യായം 25 മുതൽ 28 വരെ നമ്മൾ അവിടെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ അവിടുത്തെ പ്രത്യേക സ്നേഹത്തെക്കുറിച്ച്, ആ അധ്യായത്തിലുള്ള പ്രത്യേക ആ വാക്യത്തിലുള്ള കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ഈ വണ്ണം കാണുവാൻ കഴിയും. അവിടെ ഈ വണ്ണം പറയും, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു എന്ന് ഭർത്താക്കന്മാരോട് ഭാര്യമാരെ സ്നേഹിക്കുന്നതിന് ഈ വാക്യങ്ങൾ ഉപദേശിക്കുന്നു. നിസ്വാർത്ഥവും ത്യാഗപരവുമായ തരത്തിലുള്ള സ്നേഹം ഒരു ഭർത്താവിന് ഭാര്യയോട് ഉണ്ടായിരിക്കണമെന്നതിന് ഈ വാക്യങ്ങൾ ഉയർത്തി കാണിക്കുക മാത്രമല്ല, ക്രിസ്തുവും അവൻ്റെ തന്നെ ഭാഗം പോലെ അവൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു എന്ന് കാണിക്കുകയും ചെയ്തു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു സഭയെ എങ്ങനെ സ്നേഹിക്കുന്നു, അതുപോലെ ഭർത്താക്കന്മാരും ഭാര്യമാരും സ്നേഹിക്കും. കാരണം സ്വന്തം ശരീരം എന്ന പോലെ സ്നേഹിക്കും. ഈ ഒരു ഭാര്യ ഭർതൃബന്ധം അത് കാണിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ്. നാം ദൈവിക ചിന്തയോടും ദൈവികമായ സ്നേഹത്തോടും നാം ജീവിക്കുമ്പോഴാണ് ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തെ പ്രസാദിക്കുക ചൊവ്വാഴ്ചയുടെ ഭാഗമാണ് നമ്മൾ അടുത്ത ഭാഗത്ത്. ഈ വലിയ പ്രപഞ്ചത്തിൽ ഒരു ചെറിയ ഗ്രഹത്തിലെ ആദി ജീവ കോശത്തിൻ്റെ ക്ഷണികമായ കുമളകളായ കേവലം മനുഷ്യരിൽ പ്രപഞ്ചത്തിൻ്റെ ദൈവം ആനന്ദിച്ചത് എങ്ങനെയായിരുന്നിരിക്കണം എന്നാണ് അടുത്തത്. എങ്ങനെയാണ് ദൈവം നമ്മിൽ സന്തോഷിക്കുന്നത്, ആനന്ദിക്കുന്നത് എന്നുള്ളത് ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. സർവശക്തനായ ദൈവത്തിന് ഒന്നും ആവശ്യമില്ല. സകല കാര്യങ്ങളും ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉളവാക്കുവാൻ കഴിയുന്ന ദൈവത്തിന് സന്തോഷിപ്പാൻ തക്കോണം ഒന്നും ആവശ്യമില്ല. എന്നാൽ മനുഷ്യനെ ആശ്രയിക്കുവാൻ തക്കോണം എന്താണ് മനുഷ്യനുള്ളത്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാ സമയത്തും നമ്മൾ ദൈവത്തെ ദൈവചിന്തയിൽ നിന്ന് നമ്മൾ വിട്ടുവരിക. ഈ ലോകത്തിൽ ഉള്ളതായ കാര്യങ്ങളിൽ പലരും തൽപരരായി ജീവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ചില വ്യക്തികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തെ തന്നെ ചിന്തിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. വിശ്വാസത്തിൽ തന്നെയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ദൈവം അവരെല്ലാം സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം ദുഷ്ടന്റെയും നീതിമാന്റെ മേലും ഒരുപോലെ മഴയെ പെയ്യ്ക്കുന്നു, ഒരുപോലെ സൂര്യന്റെ വെളിച്ചവും പകർന്നു നൽകുന്നു. എന്നാൽ മനുഷ്യൻ ഈ പാപാവസ്ഥയിൽ ആയിരിക്കുമ്പോൾ മനുഷ്യർക്ക് എങ്ങനെ നീതിമാനായ ദൈവത്തെ, പരിശുദ്ധനായ ദൈവത്തെ, വെളിച്ചങ്ങളുടെ നടുവിലിരിക്കുന്ന ദൈവത്തെ ആനന്ദിപ്പിക്കുവാൻ കഴിയും?
ഈ ചോദ്യങ്ങൾ ഒന്നാം ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. രണ്ടാം ഭാഗം അടുത്ത വിഷയമാണ്, അടുത്ത ദിവസത്തെ വിഷയമാണ്. യെശയ്യാപ്രവചനം 43 അധ്യായം അതിൻ്റെ 4 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യെശയ്യാപ്രവചനം 43:4 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ വണ്ണം പറഞ്ഞിരിക്കുന്നു: നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇത് എങ്ങനെയുള്ള മനുഷ്യരോടാണ് ദൈവം ഈ വാക്ക് പറഞ്ഞത് എന്ന് നമുക്കറിയാമോ? ദൈവത്തെ മുഖാമുഖമായി കണ്ട് ദൈവം ആരാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി യഹോവയെ തിരസ്കരിച്ചതായ ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞതായ വാക്കാണ്. അപ്പോൾ നാം ദൈവത്തിൻ്റെ അടുക്കലേക്ക് തിരിഞ്ഞു വന്ന് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ സകലവിധമായ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരകനായിരിക്കും. ദൈവം നമ്മോട് കൂടെ ഇരിക്കും. ദൈവം നമ്മോട് കൂടെ ഇരിക്കും. രക്ഷയിലേക്ക് കടന്നു വരുന്നതായ ഓരോ ദൈവമക്കളോടും ദൈവം ഇതുപോലുള്ളതായ ഓരോ വാഗ്ദത്തങ്ങൾ പറയുന്നുണ്ട്. സങ്കീർത്തനം 149:4 നമുക്ക് വായിക്കാം. സങ്കീർത്തനം 149:4 ഈ വണ്ണം പറയുന്നു: യഹോവ തൻ്റെ ജനത്തിൽ പ്രസാദിക്കുന്നു, താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും. താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും. സദൃശവാക്യം 15:8-9 വാക്യങ്ങൾ ഈ വണ്ണം പറയുന്നു: ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്, നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം. ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്ക് വെറുപ്പ്, എന്നാൽ നീതിയെ പിന്തുടരുന്നവനെ അവൻ സ്നേഹിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദുഷ്ടന്മാരുടെ യാഗവും വഴിയും യഹോവയ്ക്ക് അറപ്പാകും, എന്നാൽ നീതിമാന്മാരുടെ പ്രാർത്ഥന അവന് പ്രസാദമാണ്. നമുക്കിവിടെ കാണുവാൻ തിന്മയിൽ യഹോവ പ്രസാദിക്കുന്നില്ല. അതുകൊണ്ട് നീതി കെട്ടവൻ അല്ലെങ്കിൽ ദൈവകൽപ്പന അനുസരിക്കാതെ ജീവിക്കുന്നവൻ, ദൈവത്തിൻ്റെ വചനത്തെ വലിച്ചെറിയുന്നവൻ, ഇങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. ഇങ്ങനെയുള്ളവരുടെ യാഗം യഹോവ കൈക്കൊള്ളുകയില്ല. അവരെ ദൈവത്തിന് വെറുപ്പാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. എന്നാൽ അവൻ നീതിയിലേക്ക് തിരിയുമെങ്കിൽ ദൈവം അവൻ്റെ സകലവിധമായ പാപത്തെ ക്ഷമിച്ച് അവൻ്റെ കുറ്റത്തെ ക്ഷമിച്ച് ദൈവം അവനെ കൈക്കൊള്ളും. പാപത്തെ വെറുക്കുന്നവനാണ്, പാപിയെ സ്നേഹിക്കുന്നവനാണ് ദൈവം. അതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്ന കാര്യം. പാപത്തെ അവർ വെറുക്കും, പാപിയെ സ്നേഹിക്കും. അപ്പോൾ നാം പാപം ചെയ്യുന്നുവെങ്കിൽ അതുകൊണ്ടാണ് നമ്മെ വെറുക്കുവാനായിട്ട് കാരണമായി തരുന്നത്. നമ്മുടെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കുകയില്ല. യെശയ്യാപ്രവചനം 59 അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ അവിടെ ഈ വണ്ണം പറയുന്നു: രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ ചെവി മന്ദമായിട്ടില്ല. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അപ്പോൾ പാപം നമ്മളിലിരിക്കുമ്പോൾ, അകൃത്യം നമ്മളിലിരിക്കുമ്പോൾ യഹോവ നമ്മെ കേൾക്കുകയില്ല. യഹോവ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുകയില്ല. കാരണം നാം ദൈവ കൽപ്പനയെ ലംഘിച്ചവരാണ്, ദൈവത്തിൻ്റെ വചനത്തെ നാം മറുത്തവരാണ്. അതുകൊണ്ടാണ് ദൈവം ഈ വണ്ണം ഒരു രീതിയിൽ, അല്ലെങ്കിൽ പാപം എവിടെയുണ്ടോ അവിടെ ദൈവത്തിന് നിൽക്കുവാൻ കഴിയത്തില്ല. കാരണം ദൈവം വെളിച്ചങ്ങളുടെ നടുവിൽ വസിക്കുന്നവനാണ്, അന്ധകാരത്തിൻ്റെ നടുവിലല്ല, വെളിച്ചങ്ങളുടെ നടുവിൽ വസിക്കുന്ന ദൈവത്തിന് പാപികളോട് കൂടെ വസിപ്പാൻ കഴിയില്ല. താഴ്മയും മനസ്സാവുള്ള ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ദുഷ്ട വഴികളിൽ ദോഷകരമായി ഈ വഴിയെ വിട്ട് തിരിഞ്ഞ യഹോവയിലേക്ക് തിരിയണം. അപ്പോൾ ദൈവം ധാരാളമായി നമ്മളോട് ക്ഷമിക്കും.
സങ്കീർത്തനം 146:8 ഈ വണ്ണം പറയും, യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. 2 കൊരിന്ത്യർ 9:7 ഇങ്ങനെ പറയാം, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അപ്പോ നീതിമാന്മാരെ യഹോവ സ്നേഹിക്കുന്നു, സന്തോഷത്തോടെ കൊടുക്കുന്നവനെയും യഹോവ സ്നേഹിക്കുന്നു. അപ്പോ ഈ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും, ദൈവം നീതിമാന്മാരെയും സന്തോഷത്തോടെ കൊടുക്കുന്നവരെയും സ്നേഹിക്കത്തുള്ളോ എന്ന ചിന്ത. അല്ല, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. എന്നാൽ ദുഷ്ടനെയും ദൈവം സ്നേഹിക്കുന്നു, പാപിയെയും ദൈവം സ്നേഹിക്കുന്നു. എന്നാൽ നീതിമാന്മാരെ, ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവരെയും സന്തോഷത്തോടെ കൊടുക്കുന്നവരെയും, ഈ സന്തോഷത്തോടെ കൊടുക്കുന്നവർ എന്ന് പറയുന്നത് നീതിമാന്മാരാണ്. അവർ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോ ഇങ്ങനെയുള്ള വ്യക്തികളെ ദൈവം പ്രത്യേകതരമായ ഒരു സ്നേഹം അവർ കൊടുക്കുന്നു. എന്നാൽ മറ്റുള്ളവരെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവൃത്തി പറയണം. അത് സൂചിപ്പിക്കുവാൻ തക്കവണ്ണമാണ് പിതാവിൻ്റെ സ്നേഹത്തെ ഇവിടെ മുടിയനായ പുത്രനിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൂരത്ത് നിന്ന് തന്നിൽ നിന്ന് അകന്നു പോയതായ മകൻ, അല്ലെങ്കിൽ മരിച്ചവനായ മകൻ തിരിച്ചു വരുന്നതായ സമയം പിതാവ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതാണ് പിതാവിൻ്റെ സ്നേഹമെന്ന്. ആത്മീയ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, യഹോവ അല്ലെങ്കിൽ ദൈവം സ്നേഹമാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുവാനുള്ളതായ സാധ്യത. കാരണം നമ്മുടെ പാപത്തെ ക്ഷമിച്ച്, നമ്മുടെ അകൃത്യങ്ങളെ ക്ഷമിച്ച് നമ്മെ വീണ്ടുകൊള്ളുന്നതായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയും. വീഴ്ച ഭവിച്ചതായ പാപികൾ എന്ന നിലയിൽ വിശുദ്ധനായ ഒരു ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കുവാൻ കഴിയും? ദൈവകരങ്ങളിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുക, വിശ്വാസത്തോട് നാം ജീവിക്കുക. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം നമുക്ക് വേണ്ടി തന്നത് പിതാവും പുത്രനും പിതാവും മനുഷ്യനുമായിട്ടുള്ളതായി ഈ വിടവ് നികത്തുവാൻ തക്കവണ്ണം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ നൽകേണ്ടതിന് ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നു. പാപത്തിൽ ആണ്ടുപോയതായ മനുഷ്യൻ ദൈവവുമായിട്ട് ഒരു പുനഃസ്ഥാപന ബന്ധത്തിൽ ഏർപ്പെടുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിച്ചിട്ട് തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഇറക്കി തന്നു. അത് നമ്മുടെ ഗുണമേന്മ കൊണ്ടല്ല, നമ്മുടെ നീതി പ്രവൃത്തി കൊണ്ടല്ല, മറിച്ച് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. റോമർ എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പോ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ക്രിസ്തുവിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. ഇത് നമ്മൾ അർഹിക്കുന്നതായ ഒരു സ്നേഹമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഒരു കൃപാദാനമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം 3-ാം വാക്യം നാം വായിക്കുമ്പോൾ, ഞാൻ നിന്നെ നിത്യമായി സ്നേഹിച്ചിരിക്കുന്നു. ഈ നിത്യ സ്നേഹത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്നതായ ഓരോ തെറ്റുകൾ ക്ഷമിക്കും. നമുക്ക് നമ്മുടെ മാതാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും, ഒരു കുഞ്ഞ് ചെയ്യുന്നതായ തെറ്റ് എപ്പോഴും ക്ഷമിച്ചുകൊണ്ടിരിക്കും, അല്ലേ? അതാണ് ഞാൻ നൊന്തു പെറ്റതായ മകനോട് സ്വന്തം അമ്മയ്ക്ക് എപ്പോഴും എന്ത് ചെയ്യും? സ്നേഹമുണ്ട്. താൻ പ്രസവിച്ച മകനോട് ഒരു സ്ത്രീക്ക് എപ്പോഴും സ്നേഹമുണ്ട്. അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ സ്നേഹം അതിനപ്പുറത്താണ്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ദൈവം നിത്യമായി നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ സകല ലംഘനങ്ങളെയും അവൻ ക്ഷമിക്കുന്നു. ഈ ലംഘനങ്ങളെ ക്ഷമിക്കുന്നത് എപ്പോഴാണ്? ദൈവത്തോട് നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ മാത്രമേ ദൈവം നമ്മൾ ക്ഷമിക്കുകയുള്ളൂ. രക്ഷയുടെ വാതിൽ സകലർക്കും ദൈവം തുറന്നു കൊടുത്തിരിക്കുന്നു. പക്ഷേ അത് നാം പ്രാപിച്ചെടുക്കണമെങ്കിൽ
ദൈവം പറഞ്ഞതായ വഴിയെ നാം നടക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു പാലം കടക്കണമെങ്കിൽ ദൈവം പറയുക, നീ അതിലെവിടെ നടക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കാതിരുന്ന ആ പാലം കിടക്കാൻ പറ്റില്ല. ദൈവം പറയുന്ന വചനത്തിനനുസരിച്ച് നീ ഇന്ന രീതിയിൽ നടക്കുവാൻ പറയുന്ന ആ വഴിയിലൂടെ, ആ ദൈവത്തിന്റെ ഉപദേശപ്രകാരം നാം നടന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ഈ പാലം കടക്കുവാൻ കഴിയുള്ളൂ. മറിച്ച് അവിടെ തന്നെ നിന്നാൽ അവിടെ തന്നെ നിൽക്കുകയുള്ളൂ. അപ്പൊ ഓരോ നിർദ്ദേശപ്രകാരം നാം പാലം കടന്നാൽ ആ പാലത്തിലൂടെ നമുക്ക് സമാധാനത്തിൽ കടന്നു പോകാം. അതിൻ്റെ നടുക്കൂടെ നമ്മൾ നടന്നു പോയാൽ ചിലപ്പോൾ വണ്ടിയുള്ള വഴിയാണ്, വണ്ടി വന്ന് ഇടിയിട്ടു. അപ്പോൾ പാലത്തിൻ്റെ സൈഡിൽ കൂടെ നടക്കാൻ പറഞ്ഞാൽ പാലത്തിൻ്റെ സൈഡിൽ കൂടെ നടക്കാം. നടപ്പാത എവിടെ ക്രമീകരിച്ചിട്ടുണ്ടോ ആ നടപ്പാതയിലൂടെ വേണം നാം നടക്കാൻ. പാലത്തിലായിരുന്നാലും എവിടെയായിരുന്നാലും അവിടെ നടപ്പാത ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തിലൂടെ വേണം നമ്മൾ കിടക്കുക. അപ്പം നമ്മൾ ഒരു റൂൾ ആൻഡ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് വേണം നമ്മൾ നടക്കാൻ. അല്ലെങ്കിൽ ഒരു ക്രമീകരണത്തിന് എന്ത് ക്രമീകരിച്ചിരിക്കുന്നു ആ ക്രമീകരിച്ചിരിക്കുന്ന രീതിയിൽ വേണം നാം നടക്കാൻ. ക്രമീകരണമില്ലാത്ത രീതിയിൽ നമ്മൾ നടന്നാൽ ചിലപ്പോൾ നമ്മൾ ആപത്തിൽ ചെന്ന് പെട്ടേക്കാം. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ നാം പ്രമാണിക്കും. ദൈവകൽപ്പന നാം അനുസരിക്കാതെ നടന്നാൽ നമുക്ക് ദൈവസ്നേഹത്തെ നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കില്ല. നാം ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് ദൈവവചനം പ്രമാണിക്കുന്നത്. ദൈവവചനം പ്രമാണിക്കുന്നതാണ് നമ്മുടെ ഈ ജീവിതത്തിലുള്ള ഓരോ നടപ്പും ദൈവവചന പ്രകാരമായിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ നിത്യസ്നേഹത്തെ നമുക്ക് പ്രാപിക്കുവാൻ, രുചിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന് നാം അർഹരായി തീരണമെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്നതായ വചനം നാം പ്രമാണിക്കണം. ഈ വചനം പ്രമാണിക്കണമെങ്കിൽ ദൈവത്തിൽ നാം വിശ്വാസമുള്ളവരായി ജീവിക്കണം. 1 പത്രോസ് ലേഖനം 2:5 വായിക്കുമ്പോൾ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്നുണ്ടെങ്കിലും യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയിലൂടെ ആണ് നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നത്. യേശുവിൽ ഉള്ള വിശ്വാസം കൂടാതെ നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയില്ല. ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടാകണം. ക്രിസ്തുവിലൂടെ എനിക്ക് രക്ഷ ലഭിക്കുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് വചനം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ എന്ന് എബ്രായർ ലേഖനം പറയുന്നു. അപ്പോൾ വിശ്വാസത്തിലൂടെ വേണം നമുക്ക് ദൈവത്തെ പ്രസാദിക്കുവാൻ. കർത്താവായ യേശുവിൽ നാം പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ നാം നടക്കേണ്ടത് വഴിയെ നാം നടക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കുണ്ടാവും. വചനം പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തിന് എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അവൻ നിങ്ങൾക്ക് നൽകും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലുണ്ട് എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെതായ ആത്മീയ വഴിയിൽ നമുക്ക് നടക്കുവാൻ സാധിക്കുകയുള്ളൂ. റോമർക്കെഴുതിയ ലേഖനം 8 അതിൻ്റെ 4 ഈ വണ്ണം പറഞ്ഞു, ജഡത്തെയല്ല ആത്മാവിനെ അത്രയനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. അപ്പോൾ ആത്മാവ് നമ്മിൽ വരികയാണെങ്കിൽ നമുക്ക് ന്യായപ്രമാണ പ്രകാരം ജീവിക്കുവാൻ സാധിക്കും. അതിൻ്റെ നീതി നമ്മൾ പ്രാപിക്കും. കാരണം പരിശുദ്ധാത്മാവാണ് നമ്മുടെ വഴികാട്ടി. പരിശുദ്ധാത്മാവ് നമ്മെ വഴി നയിക്കുമ്പോൾ
ആത്മാവിൽ നാം നയിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പ്രകാരം നാം ജീവിക്കും. നമ്മുടെ ജഡീകമായിട്ടുള്ള ഈ ശരീരം ന്യായപ്രമാണത്തിന് കീഴടങ്ങില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ശരീരത്തെ അല്ലെങ്കിൽ ഈ ശരീരത്തെ നാം അടക്കി ആത്മാവിനാൽ ജീവിക്കണം. ആത്മാവ് വേണം നമ്മിൽ വസിക്കുവാൻ. ആത്മാവിലൂടെ വേണം നാം ജീവിക്കുവാൻ. നമ്മളെല്ലാം രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാണ്. അങ്ങനെ മുദ്രയിടപ്പെട്ടവരാണ് എങ്കിൽ ആത്മാവിൻ്റെ നടത്തിപ്പിലൂടെ നാം നയിക്കപ്പെടും. അതുകൊണ്ട് ദൈവകരങ്ങളിൽ നാം പൂർണ്ണമായി സമർപ്പിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടുവാനുള്ള വ്യവസ്ഥ ഇതാണ്: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ എന്നേക്കും നിങ്ങളോട് കൂടിയിരിക്കേണ്ടതിന് അവൻ നിങ്ങൾക്ക് നൽകും. ദൈവികമായ വചനം പ്രമാണിച്ച് ജീവിച്ചുവെങ്കിൽ മാത്രമേ, പ്രാർത്ഥനയുള്ളവരായി ജീവിച്ചുവെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയൂ. അങ്ങനെ ദൈവ സ്നേഹത്തിന് യോഗ്യരായി തീരുവാൻ തക്കോണം നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ കരുണയുടെ പാത്രങ്ങളായി തീരുവാൻ നമുക്ക് സാധിക്കും. ദൈവവചനത്തോടുള്ളതായ നമ്മുടെ ഈ പ്രതികരണം ദൈവത്തെ സന്തോഷിപ്പിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ നാം പൂർണ്ണമായി വിശ്വസിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൽ നാം പൂർണ്ണമായി ആശ്രയിക്കുക. കർത്താവിനെ നാം ഹൃദയത്തോടുകൂടെ, പൂർണ്ണ മനസ്സോടുകൂടെ, പൂർണ്ണാത്മാവോടുകൂടെ സേവിക്കുക. തീർച്ചയായും നാം അനുഗ്രഹിക്കപ്പെടും. കർത്താവ് ഇന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു വേല ചെയ്യുകയാണ്. നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുകയാണ്. നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ളതായ ആ ശുശ്രൂഷയുടെ പൂർത്തീകരണത്തിലേക്ക് കടന്നു പോകുകയാണ്. നാം കർത്താവായ യേശുവിൽ നാം പൂർണ്ണമായി ആശ്രയിക്കുക. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് ഒരു രക്ഷയുമില്ല. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനത്തിൽ ഈ വണ്ണം പറയുന്നു: മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. കർത്താവായ യേശുവിലൂടെ അല്ലാതെ മാനവന് രക്ഷയില്ല. യേശുവിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്, നിത്യ ജീവൻ അവനുണ്ട്, അവന് രക്ഷയുണ്ട് എന്ന വചനം പറയും. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 17-ാം വാക്യം അതിൻ്റെ 29 വരെ നാം വായിക്കുമ്പോൾ അവിടെ ഒരപ്പൻ ദുരാത്മാവ് ബാധിച്ചതായ തൻ്റെ മകനെ കർത്താവായ യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്നിട്ട് ഈ വണ്ണം പറയുകയാണ്: എൻ്റെ ഈ മകനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, അവർക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഈ ദുരാത്മാവ് ബാല്യം മുതൽ അവനെ കഷ്ടപ്പെടുത്തുന്നു. നിനക്കും എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെങ്കിൽ ചെയ്യുക എന്ന് പറയും. അപ്പോ കർത്താവായ യേശു ക്രിസ്തു ആ പിതാവിനോട് പറയുകയാണ്: വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചുകൊണ്ട്, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു ആ മനുഷ്യനോട് ഈ വണ്ണം പറഞ്ഞില്ല: നിനക്ക് വിശ്വാസമുള്ളപ്പോൾ എന്നെ വന്ന് കാണുവാൻ പറഞ്ഞില്ല. മറിച്ച് ആ മനുഷ്യനിൽ നിന്ന് ചെറിയൊരു വിശ്വാസത്തിൻ്റെ കണിക മാത്രമേ കർത്താവ് പ്രതീക്ഷിച്ചുള്ളൂ. ആ മനുഷ്യൻ പറയുകയാണ്: കർത്താവേ, എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണമേ. പലപ്പോഴും നമ്മൾ ബലഹീനരാണ്, നമ്മൾ പാപികളാണ്. ചിലപ്പോൾ നമുക്ക് വിശ്വാസത്തിൻ്റെ പൂർണ്ണത നമുക്ക് എത്തി കാണത്തില്ല. എങ്കിലും കർത്താവ് നമ്മിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്.
യോശുവായെയും കാലേബിനെയും പോലെ അവരിൽ ചില പ്രത്യേകതകളുള്ളതുകൊണ്ട് അവരും കനാൻ ദേശത്ത് കടക്കും. നമ്മിൽ ദൈവം ചെറിയ ഒരു വിശ്വാസം നമ്മിൽ കണ്ടാൽ എരിയുന്ന തിരിയെ ദൈവം എന്തില്ല, കെടുത്തത്തില്ല. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. എരിയുന്ന തിരിയെ ദൈവം കിടത്തത്തില്ല. അത് ദൈവത്തിന്റെ പ്രത്യേകതയാണ്. ഒരല്പ വിശ്വാസം, അല്പം മതി. അല്പം അത് മനുഷ്യനിൽ കണ്ടാൽ ദൈവം അത് അധികമാക്കി മാറ്റുന്നതായ ഒരു പ്രത്യേകതയാണ്. അവൻ ഇവിടെ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, എൻ്റെ അവിശ്വാസത്തെ പൊറുക്കണമേ, എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണമേ എന്ന് അവൻ നിലവിളിക്കുകയാണ്. ക്രൂശിലെ കള്ളൻ നിലവിളിച്ചതുപോലെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർത്തുകൊള്ളണമേ എന്ന് ഒരു വാക്ക് അവൻ പറഞ്ഞ നിമിഷത്തിൽ അവൻ്റെ സകലവിധമായ കുറ്റവും അവനോട് ക്ഷമിച്ചു കൊടുത്തു എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ആ ദുരാത്മാവിനെ ശാസിച്ച് അകറ്റി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ഈ ചെറിയ വിശ്വാസം അത് വലുതായി തീരണമെങ്കിൽ കർത്താവിൽ നാം പൂർണ്ണമായി സമർപ്പിക്കണം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, കർത്താവിൻ്റെ സിംഹാസനത്തിലേക്ക്, കൃപാസനത്തിലേക്ക് നാം കടന്നു ചെല്ലണം. സന്തോഷത്തോടു കൂടെ നാം കടന്നു ചെല്ലണം. നമ്മുടെ പാപഭാരവുമായി യേശുവിൻ്റെ അരിയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ സകലവിധമായ പാപങ്ങളെയും യേശു ക്ഷമിക്കും. നമ്മെ പുത്രത്വത്തിൻ്റെ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ പാനം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, ഈ സ്നേഹനിധിയായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നമ്മുടെ പാപങ്ങളുമായി, നമ്മുടെ പ്രയാസങ്ങളുമായി, നമ്മുടെ പ്രശ്നങ്ങളുമായി സ്നേഹനിധിയായ യേശുവിൻ്റെ അരിയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ സകലവിധമായ പ്രശ്നങ്ങൾക്ക് അവൻ പരിഹാരകനായിരിക്കും. അവൻ നമ്മെ വഴി നടത്തും. അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി, ദൈവ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായി, ദൈവത്തെ സ്നേഹിക്കുന്നവരായി നമുക്ക് ജീവിക്കാം. വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെയും അവിടുത്തെ കരങ്ങളാൽ അടിയങ്ങളെ താങ്ങി നടത്തിയ കൃപയ്ക്കായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അടിയങ്ങളുടെ അനേകമായ പാപങ്ങളെ ക്രിസ്തു മൂലം ക്ഷമിക്കുന്നതോർ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കരങ്ങളിൽ അടിയങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായി ഞങ്ങളുടെ പാപങ്ങളെയൊക്കെയും അകറ്റി, അകൃത്യങ്ങളെയൊക്കെയും അകറ്റി, അടിയങ്ങളുടെ പ്രാർത്ഥനയെ ശ്രദ്ധിക്കുന്നവനായി ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്നവനായി അടിയങ്ങളോട് കൂടിയിരിക്കണമേ. അടിയങ്ങൾക്ക് അവിടുന്ന് വിടിവിച്ച കർത്താവെ, അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അനുദിനമുള്ള ജീവിതത്തിൽ യേശുവുള്ള ജീവിതമായി, പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെയുള്ള ജീവിതമായി തീരുവാൻ അടിയങ്ങളുടെ ക്രോശങ്ങളെയും പാപങ്ങളെയും അകറ്റി അവിടുന്ന് കാക്കണം. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും മുദ്രയിടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പഠിച്ച പാഠത്തിനൊത്തവണ്ണം ഞങ്ങൾക്ക് അവിടുന്ന് ജീവിപ്പാൻ കൃപയെ നൽകണം. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശു മൂലം താഴ്മയെ ചോദിക്കുന്ന കൃപയോടെ കളക്കണം. പരിശുദ്ധ പിതാവേ, ആമേൻ. സ്തോത്രം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.